നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസവും മരിച്ച ദിവസവും ഒന്നാണോ? അതല്ല ഇതിൻ്റെ ചരിത്രങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ചരിത്രങ്ങളാണല്ലോ. ആ, അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം ഏതാണ്, റബീഉൽ അവ്വലിൽ തന്നെയാണോ അല്ലേ എന്ന വിഷയത്തിലടക്കം അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇനി റബീഉൽ അവ്വലിലാണ് എന്നതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. അതിൽ തന്നെ 9-നാണോ 12-നാണോ എന്ന വിഷയത്തിൽ നല്ല അഭിപ്രായ വ്യത്യാസവും വളരെ പ്രഗത്ഭരായ പല ചരിത്രകാരന്മാരും 9-നാകാനാണ് കൂടുതൽ സാധ്യത എന്നിടത്തേക്കാണ് അവരുടെ ചരിത്രങ്ങൾ പോകുന്നത്, ഗവേഷണങ്ങൾ പോകുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇസ്ലാം ദീനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമായിരുന്നു പ്രവാചക സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള നബിദിനാഘോഷമെങ്കിൽ ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകില്ലായിരുന്നു, ഉണ്ടാകാൻ പാടില്ല. അതെ, ബലിപെരുന്നാൾ ദുൽഹിജ്ജ 10-നാണോ അല്ലേ എന്ന വിഷയത്തിൽ വല്ല സംശയമുണ്ടോ? ഇല്ല. ഈദുൽ ഫിത്തർ അത് ശവ്വാൽ 1-നാണ് എന്ന വിഷയത്തിൽ വല്ല അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഒരു അഭിപ്രായ വ്യത്യാസമില്ല. റമദാനിലെ നോമ്പാകട്ടെ, അതേപോലെ തന്നെ മറ്റ് കാര്യങ്ങളാകട്ടെ, ഇതിലൊന്നും ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാത്തത് എന്തുകൊണ്ട്? അത് മുസ്ലിം സമൂഹം ആഘോഷമായിട്ടാണെങ്കിൽ ആഘോഷമായിട്ട്, ആരാധനയായിട്ടാണെങ്കിൽ ആരാധനയായിട്ട് ഉത്തമ തലമുറയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമില്ലാതെ പോന്നത് കൊണ്ടാണ്. ഇത് പിൽക്കാലഘട്ടത്തിൽ കടന്നുകൂടിയത് കൊണ്ടാണ് അഭിപ്രായ ഭിന്നത വന്നത്. ഇസ്ലാമിൽ വളരെ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കേണ്ടുന്ന ഒരു ദിവസമായിരുന്നു അത് എങ്കിൽ ഒരിക്കലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അത് വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ദിവസം, ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മരണത്തിൻ്റെ ദിവസത്തിലും ഉണ്ട്. എങ്കിലും അതിൽ ഏറ്റവും ശരിയായിട്ടുള്ളത് റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ചയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത് എന്നത് അത് തന്നെയാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായമായിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-നാണ് മരിച്ചത് എന്നുള്ളത് ഉറപ്പായി. എന്നാൽ പ്രവാചകൻ ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണോ എന്ന വിഷയത്തിൽ സംശയമാണ്. ഏറ്റവും കൂടുതൽ ആ ദിവസമല്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച ദിവസത്തിൽ ഒരു സന്തോഷ പ്രകടനം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചേർന്നതല്ല. നമ്മൾ ദുഃഖാചരണം നടത്തേണ്ടതില്ല. കാരണം ദുഃഖാചരണം എന്ന് പറയുന്നത് അതിന് ദിവസങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരണം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്നും തീരാ ദുഃഖമാണ്. ആചരണം വേറെ, ദുഃഖിക്കൽ വേറെ. നമുക്ക് എപ്പോഴും ദുഃഖിക്കേണ്ടുന്ന, നമുക്കെപ്പോഴും വിഷമമാകേണ്ടുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്കാർക്കെങ്കിലും ജീവിതത്തിൽ വല്ല മുസീബത്തും പിടിപെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ മുസീബത്ത് ഒഴിവാക്കാൻ വേണ്ടി അതിനേക്കാൾ കടുത്ത ഒരു മുസീബത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ട് നിങ്ങളതിനെ തരണം ചെയ്തു പോയിട്ടുണ്ടല്ലോ എന്നതോർത്താൽ മതി. ഏതാണ് ആ കടുത്ത മുസീബത്ത്? പ്രവാചകൻ്റെ മരണം. ആ പ്രവാചകൻ്റെ മരണമെന്ന കടുത്ത മുസീബത്ത് ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ എനിക്ക് ബാധിച്ചത് അതിനേക്കാളൊക്കെ ചെറുതാണ് എന്ന് മനസ്സിലാക്കാൻ, അങ്ങനെ സമാധാനിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്നും നമ്മുടെ ജീവിതത്തിലൊരു ദുഃഖമാണ്. നമ്മളേറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പ്രവാചകനെ ഒരു നോക്ക് കാണാനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം വരുന്നവരുടെ കൂട്ടത്തിൽ സ്വന്തം ജീവിതത്തിലെ എല്ലാം ത്യജിച്ചുകൊണ്ടാണെങ്കിലും പ്രവാചകനെ ഒരു നോക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്ന്. അങ്ങനത്തെ ഒരു പ്രവാചകനാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. നമുക്ക് കാണാനുള്ള ഭാഗ്യം ഇവിടെ ഇല്ലാതായി പോയത്. അതിൽ നമുക്ക് ദുഃഖമുണ്ട്, മുസീബത്തുണ്ട് അല്ലേ? അതുകൊണ്ട് അങ്ങനത്തെ ഒരു ദിവസത്തിൽ ഒരു ആഘോഷം സംഘടിപ്പിക്കുന്നത് വിശ്വാസികൾക്ക് ഒരിക്കലും ചേർന്നതല്ല എന്നതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടുന്നത്.